അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലെ ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ കാരണം നമ്മെയും അഹ്ലുകാരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അഭിവന്യരായ മുത്തുമൂലാത്തങ്ങളുടെയും സാഹിബോരുടെയും നമ്മുടെ എല്ലാ മശായിഖുമാരുടെയും തണലിലും തലോടലിലുമായി ദുനിയാവിലും ആഖിറത്തിലും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജാമിഅ ഇർഫാനിയ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജൂനിയർ സ്ഥാപനങ്ങൾ ആകാശത്തിൻ്റെ ചുവട്ടിൽ നക്ഷത്ര താരകങ്ങളെപ്പോലെ വളർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാമിഅ ഇർഫാനിയ അത് സമാധാനമാണ്, അത് ശാന്തിയാണ്, അത് ആത്മീയതയുടെ നിറ കേന്ദ്രമായി ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല അങ്ങ് ശ്രീലങ്കയിൽ നിന്നുള്ള മുഅ്മിനീങ്ങളെ പോലും ജാമിഅ ഇർഫാനിയ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ജാമിഅ ഇർഫാനിയ എന്ന കേരളക്കരയിലെ വടക്കേ മലബാറിലെ ചപ്പാരപ്പടവെന്ന കുഗ്രാമത്തെ ഇത്രമേൽ അറിയപ്പെട്ട പ്രസിദ്ധമായ ആത്മീയതയുടെ സിരാ കേന്ദ്രമാക്കി മാറ്റിയത് കേവലം ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകതയല്ല. അതിൻ്റെ ശില്പി സൂഫി ചക്രവാളത്തിലെ ആത്മീയ നിറജ്യോതിസായ വന്യരായ ശൈഖുന ചപ്പാരപ്പട ഉസ്താദ് എന്ന മുത്തുമൗലാത്തങ്ങൾ, അവിടുത്തെ ആ ഒരു നേതൃത്വം മാത്രമാണ് ജാമിഅ ഇർഫാനിയയെ വളർത്തിയത് എന്നതിൽ ആർക്കും തർക്കമില്ല. കാരണം ആ സ്ഥാപനം അതൊരു പള്ളി ദർസായി തുടക്കം കുറിച്ചപ്പോൾ അതിന് ഇർഫാനിയ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്, അത് നിർദ്ദേശിച്ചത് നമ്മുടെ എല്ലാമായ ബന്ദർ മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണ്. അവിടുന്നാണ് മുത്തുമൗലയോട് ഇർഫാനിയ എന്ന് നാമകരണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചത്. എന്ന് വേണ്ട, ജാമിഅ ഇർഫാനിയയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും അതിൻ്റെ ശില്പിയും അതിൻ്റെ എല്ലാമായ വന്യരായ മുത്തുമൗലയും സാഹിബോരും അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾ, അതിൻ്റെ സമ്മേളനങ്ങൾ, അതിൻ്റെ അവിടങ്ങളിൽ നടക്കുന്ന മജ്ലിസുകൾ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞവരാണ്. ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, നമ്മെ പോലെയുള്ള മുഅ്മിനീങ്ങൾ ഈ ആഖിർ സമാനിൽ ഈ ആകാശ ഭൂമിക്കടയിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ തേടി എത്ര അള്ളാഹുവിന്റെ ഖലാഉകളാണ്, ശർറായ ഖലാഉകളാണ് കടന്നു പോയത്. ഇനി എത്രയാണ് നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അള്ളാഹുവിന്റെ മഹാന്മാരെ പറ്റി, അള്ളാഹുവിന്റെ മഹത്തുക്കളെ പറ്റി നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത് ഇനിയുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്കും നിങ്ങൾക്കുമുള്ള 100 അല്ല 1000കണക്കിന് മുസീബത്തുകള്, ആഫത്ത് ബലാഉകള് നമ്മിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കാതെ പോകുന്ന സത്യങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ടതാണത്. നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ ജാമിഅ ഇർഫാനിയക്ക് ഖിദ്മത്തെടുക്കുന്നത് കൊണ്ട്, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നത് കൊണ്ട്, അതിന്റെ സേവനത്തിൽ ഒരു കണ്ണിയായി അലിഞ്ഞു ചേർന്നത് കൊണ്ട് എനിക്കുള്ള എത്രയോ വലിയ മാരക രോഗങ്ങള്, സിഹറുകള്, കണ്ണേറുകള്, വലിയ അപകടങ്ങള്, അനർത്ഥങ്ങള് പലതും എന്നിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതിന് എനിക്ക് തന്നെ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ അനുഭവത്തിൽ 100 അല്ല 10,000 നമുക്ക് പങ്കുവെക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, അതിന്റെ സഹായ സഹകരണത്തിലായി, അതിന്റെ പ്രവർത്തനത്തിലായി, പ്രചരണത്തിലായി നമ്മൾ മുഴുകുന്ന കാലമത്രയും നമ്മൾ അള്ളാഹുവിന്റെ വഴിയിലാണ്, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലാണ്. അതിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയൊരു വലിയ സൗഭാഗ്യമാണ്. ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മളോട് ആരോടും കൂടുതൽ ഇനി ഇർഫാനിയെ കുറിച്ച് പറയേണ്ടതില്ല, മുത്തുമൗലയെ കുറിച്ചും സാഹിബോരെ കുറിച്ചും പറയേണ്ടതില്ല. അതിന്റെ അനുഭവ ഭൂമികയിലാണ് നമ്മളൊക്കെ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും മുത്തുമൗലാത്തങ്ങളെ വിളിച്ചുകൊണ്ട് അഭയം തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വിട്ടേക്കൂ, എന്നെ സ്വതന്ത്രനാക്കൂ, എന്നെ അടിക്കരുതേ, എന്നെ തൊഴിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സാഹിബ് അവറുകളെ വിളിച്ചുകൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അനുഭവത്തിലൂടെ ഇൻസല്ല ഭൂതവർഗങ്ങളാണ്, പിശാചുക്കളാണ് ഇവിടെ മനുഷ്യർക്ക് ഇന്ന്. അള്ളാഹുവിന്റെ മഹാന്മാർ നോക്കൂ നിങ്ങൾ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം മഹാനവറുകളുടെ കാലഘട്ടം നമ്മൾ മറന്നിട്ടില്ലല്ലോ. ശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സർവ്വവും കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തിയത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതേ ഭൂതവർഗത്തെ തന്റെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിനോട് വലിയൊരു ആവലാതി അറിയിച്ചിട്ടുണ്ട്. തമ്പുരാനെ, ഞാൻ ഈ ലോകത്ത് ഭൂതവർഗത്തെ നിയന്ത്രിക്കാൻ നീ എനിക്ക് ചുമതല നൽകിയിരുന്നു. എന്നാൽ എന്റെ കാലശേഷം ഈ ഭൂമിയിൽ ഇവരാകെ നാമാവശേഷമാക്കുമല്ല തമ്പുരാനെ എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അതേ എന്റെ വലിയുമാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയെ ഞാൻ അതിന് പകരക്കാരനാക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്ത മുന്നറിയിപ്പ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഖിർ സമാനിന്റെ അവസാനത്തെ മുജദ്ദിദ്, അതേ ഓരോ 100 നൂറ്റാണ്ട് 100 വർഷത്തിലും ഒരു മുജദ്ദിദിനെ ഞാൻ നിയോഗിക്കുമെന്നും ആ മുജദ്ദിദ് ഇവിടെ അള്ളാഹുവിന്റെ ദീനിനെ അതിനെ യഥാവിധി കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞ അതേ എല്ലാവരുടെയും ആശാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന, സർവരാലും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന്, അതേ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആ മുഹിബിന് പോലും, അല്ലെങ്കിൽ ആ മഹാഭാഗ്യം കിട്ടിയ വ്യക്തിക്ക് പോലും, അതേ അവരൊക്കെ അള്ളാഹുവിന്റെ ഈ പറയപ്പെട്ട ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന മഹാനവറുകൾ നമ്മുടെ മുത്തുമൗലാത്തങ്ങളെ കാൽപാദത്തിലേക്ക് എത്തിയ വഴികൾ നമ്മൾ കേട്ടല്ലോ പ്രിയമുള്ളവരെ. ആരാണ് അവരെ പറഞ്ഞു വിടുന്നത്? ആരാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്? ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? അതേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹത്തുക്കളാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരാണ്. അവരാണല്ലോ ഇന്ന് ഈ ആഖിർ സമാനിന്റെ ഏറ്റവും വലിയ സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന ആത്മീയ വിഹായസിലെ സൂര്യ തേജസ്, സൂഫി ചക്രവാളത്തിലെ നമ്മുടെയൊക്കെ മനസ്സിന്റെ മനസ്സെന്ന മാണിക കൊട്ടാരത്തിലെ രാജകുമാരനായ മുത്തുമൗലാത്തങ്ങള് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ തണലിലായി നമുക്ക് അള്ളാഹു ഇനിയും ദീർഘകാലം അതേ ഈ ജാമിയ ഇർഫാനിയയുടെ സമ്മേളനത്തിലൊക്കെ മുത്തുമൗലയെ നമ്മൾ നോക്കിക്കാണുന്നത് മറ്റവസരങ്ങളിൽ നമ്മൾ നോക്കുന്നത് പോലെയല്ല. അതാണ് പ്രചരണം, ഇതാണ് ഈ പ്രചരണത്തിന്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, മറ്റവസരങ്ങളിൽ മുത്തുമൗലയുടെ മുഖത്ത് നമ്മൾ നോക്കുന്നതിന് സമാനമല്ല. ഈ പരിശുദ്ധമായ സമാപന സമ്മേളനത്തിൽ മുത്തുമൗലാ തങ്ങളുടെ മുഖത്തൊന്ന് നോക്കിയിരിക്കാൻ കിട്ടുന്ന മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും നിലനിർത്തി തരട്ടെ. ഇനിയും അനവധി അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ നോട്ടം മതി നമ്മുടെ പരമ്പരയിൽ പിറക്കുന്ന മുഴുവൻ സന്തതികളും അള്ളാഹുവിന്റെ മഹാന്മാരുടെ വഴിയിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ, ആ വഴിയിൽ സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ വലിയ എനർജി നൽകുന്ന